പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓരോ നാളും കർത്താവ് നമ്മെ നടത്തുന്ന അത്ഭുതകരമായ വിധങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് ഹല്ലേലൂയ ഉള്ള പ്രാധാന്യം നാം എത്രത്തോളം അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കുന്നു, അത്രത്തോളം വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യും. നമുക്കറിയാം, നമുക്ക് സഭയെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ പണിയപ്പെടും. പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങളും അപ്പോസ്തലികം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലെ കാര്യങ്ങളുമാണ് അർത്ഥമാക്കുന്നത്. പ്രവാചകന്മാർ വരുവാനുള്ളതിനെ പ്രവചിച്ചപ്പോ അപ്പോസ്തലന്മാർ വന്നതിനെ പ്രസ്താവിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ വരവിനെയും യാഗത്തെയും ക്രൂശ് മാനവജാതിയുടെ വീണ്ടെടുപ്പിനെ വിമോചനത്തെയും കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചപ്പോൾ അപ്പോസ്തലന്മാർ യേശു ആമേൻ ചെയ്തു തീർത്ത കാര്യങ്ങളെ പ്രഖ്യാപിച്ചു. അപ്പോ ഇതിന്റെ രണ്ടിന്റെയും മൂലക്കല്ല്, കേന്ദ്രം എന്ന് പറയുന്നത് യേശുവാണ്. അപ്പോസ്തലിക ശുശ്രൂഷയുടെയും പ്രവചന ശുശ്രൂഷയുടെയും കേന്ദ്രം ക്രിസ്തുവാണ്, യേശുവാണ്. നമ്മള് യേശുവിനെ എപ്പോഴാണോ യേശുവിന്റെ ആ ക്രൂശ് പുനരുത്ഥാനത്തെ യഥാർത്ഥമായ നിലയിൽ കണ്ടറിയുന്നത്, അവിടെയാണ് ഹല്ലേലൂയ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ആ ഗ്രന്ഥങ്ങളിലൊക്കെ ക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ, അപ്പോസ്തലിക ലേഖനങ്ങൾ വായിക്കുമ്പോൾ ആ ലേഖനങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയെ, യാഗത്തെ, മരണത്തെ, പുനരുത്ഥാനത്തെ കണ്ടെത്തുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായുള്ള സാൽവേഷൻ. അല്ലെങ്കിൽ ആ വായനയിലാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ക്രിസ്തു യേശുവിലുള്ള വിടുതലും വിമോചനവും വീണ്ടെടുപ്പും സാധ്യമായി തീരുന്നത്. അതെ, നമ്മള് ഹല്ലേലൂയ, അതായത് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ വാഗ്ദത്തങ്ങൾ സംഭവിക്കാനിരിക്കുന്നവയെ കുറിച്ച് പറയുന്നു. യെസ്, ഹല്ലേലൂയ. പുതിയ നിയമത്തില് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: സംഭവിച്ചു കഴിഞ്ഞത്, നമ്മിൽ സംഭവിച്ചു കഴിഞ്ഞതിനെ പ്രഖ്യാപിക്കുകയാണ് പുതിയ നിയമത്തിൽ. അപ്പൊ ഇത് രണ്ടിനെയും അതിന്റെ നിലവാരത്തിൽ വാഗ്ദത്തങ്ങളെയും അഥവാ അപ്പോസ്തലിക ശുശ്രൂഷയും പ്രവചന ശുശ്രൂഷയും അതിന്റെ തലത്തിൽ മനസ്സിലാക്കുമ്പോൾ രണ്ടിനും ഉള്ള പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴ് നമുക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പ് എന്താണെന്നറിയുന്നു: ഇന്നലകളിൽ ദൈവം വാഗ്ദത്തം ചെയ്തതിനെ ക്രൂശിൽ യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ചെങ്കിൽ ഇന്നും ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എന്റെ പ്രോമിസുകൾ, എന്റെ വാഗ്ദത്തങ്ങൾ എന്നിൽ നിശ്ചയമായും തികച്ചിരിക്കും, നിർവഹിച്ചിരിക്കുമെന്ന ഉറപ്പ് നിങ്ങളുടെ അകത്തും എന്റെ അകത്ത് ലഭിക്കുകയാണ് ദൈവവചനത്തിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിത യാത്രയിൽ, ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ ആയിരുന്നാലും ഒരു വിധത്തിലും പിശാചിന്റെ ഒരു തന്ത്രവും നിങ്ങളുടെ മേൽ, എന്റെ മേൽ സംഭവിക്കുന്നില്ല. അത് മനുഷ്യരിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ നിങ്ങളിലൂടെ തന്നെയോ നിങ്ങൾക്ക് വിരോധമായ സാഹചര്യങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ തോന്നിയാലും നിശ്ചയമായിട്ടും യേശുവിന്റെ രക്തം നിങ്ങൾക്ക് കാവലായി നിൽക്കുമ്പോൾ, യേശുവിന്റെ ഹല്ലേലൂയ ക്രൂശ് മരണ പുനരുത്ഥാനം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഹല്ലേലൂയ ഇന്നും സംസാരിക്കുമ്പോൾ, ജീവനോടെ സംസാരിക്കുമ്പോൾ, അതെ, വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്: ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തം. യെസ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഒരു മേഖലയിലും പതറണ്ട, തളരണ്ട. അകത്ത് പ്രത്യാശയും ധൈര്യവും ഉറപ്പും വർദ്ധിക്കട്ടെ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ തികച്ചത് തികച്ച പ്രവൃത്തിയാണ്. അതിന്റെ ആമേൻ, അതിനകത്ത് അതിനെ ഇനി ശോഭനമാക്കാൻ, ഭംഗിയാക്കാൻ എന്റെ ഒരു എഫേർട്ടിന്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഡൺ. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം. ഒരു വിധത്തിലും ലോകത്തിന്, പിശാചിന്, സാഹചര്യങ്ങൾക്ക് എന്റെ മേൽ ഒരധികാരമില്ല. ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ടാകും. അതേ പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടിയുണ്ട്. വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത്. യെസ്, ഹല്ലേലൂയ. അത് മറക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിലയേറിയ വാഗ്ദത്തമാണ്, വിലയേറിയ വാഗ്ദത്തം. ഹല്ലേലൂയ. അപ്പൊ ആ വിലയേറിയ വാഗ്ദത്തത്തില് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ
ആമേൻ. കർത്താവിനെ കുറിച്ച് നമുക്ക് 2 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടി ഇതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത്, അവിടെ കർത്താവ് നമുക്ക് വേണ്ടുന്നതെല്ലാം ദാനം ചെയ്തിരിക്കുക. നമുക്ക് വേണ്ടിയുള്ളത് മുഴുവൻ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ, നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുക. അപ്പൊ ഈ നൽകപ്പെട്ടു കഴിഞ്ഞു എന്നത്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്തമല്ല. അത് ഒരു വാഗ്ദത്തമായിട്ടല്ല കണ്ടത്, അല്ലെ? നൽകപ്പെടും എന്ന് പറയുന്നതാണ് ഒരു പ്രോമിസ്. നൽകപ്പെട്ടു എന്നത്, ഹല്ലേലൂയ, അപ്പോസ്തലിക ശുശ്രൂഷ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, അത് യേശുക്രിസ്തുവിലൂടെ നാം ആരാണെന്നുള്ള തിരിച്ചറിവിന് വേണ്ടി. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജയത്തിന്റെയും പരാജയത്തിന്റെയും കാരണം നമ്മുടെ കഴിവില്ലായ്മയല്ല, യഥാർത്ഥത്തിൽ നാം ആരാണെന്നുള്ള അറിവ് നമുക്കില്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ വാഗ്ദത്തങ്ങളെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, നമുക്ക് 1 പത്രോസിന്റെ തന്നെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം, ഹല്ലേലൂയ, നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നത് അതിന്റെ 4-ാമത്തെ വാക്യം, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും, 5-ാം വാക്യം, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും, ഹല്ലേലൂയ, ജനിപ്പിച്ചിരിക്കുന്നു. നമ്മള് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാം? ഈ കാര്യങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടിയാ? നിങ്ങളെ, ഹല്ലേലൂയ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് ഈ അവകാശം പ്രാപിക്കാനായിട്ട്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് നമ്മൾ ഏതെങ്കിലും ഒരു സഭയുടെ, ഇല്ലെ കൂട്ടത്തിന്റെ, ഒരു മതത്തിന്റെ ഭാഗമായി തീരാനായിട്ടല്ല നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. നമ്മെ വീണ്ടും ജനിപ്പിച്ചത്, ഹല്ലേലൂയ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും, ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ അവിടെ പറയുന്നത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തത്, നശിച്ചു പോകാത്തത്, അഴുക്കാകാത്തത്, വാടിപ്പോകാത്തത്. ആമേൻ. ഈ അവകാശം പ്രാപിക്കാനായിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. യെസ്, ആമേൻ. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുക. അപ്പോ ഹല്ലേലൂയ, വീണ്ടും ജനനം പ്രാപിച്ച നിങ്ങളും ഞാനും, ഹല്ലേലൂയ, ദൈവഹിതത്തിൽ വാഗ്ദത്ത പ്രകാരം നിങ്ങൾ ഞാനും അവകാശികളായിട്ട് മാറി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞാനും വാഗ്ദത്തത്താൽ ജനിച്ചവർ. അതെ, ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തം നമ്മൾ പലപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങളെ എപ്പോൾ തിരിച്ചറിയുമോ, തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ ലഭിക്കാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള അറിവല്ല, വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്ന നമ്മുടെ അകത്തുള്ള അറിവില് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ബോധ്യം. ആ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിന് നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ കാരണം ലഭിക്കാൻ വേണ്ടി ഓടുന്നത് കൊണ്ടാണ്. ലഭിച്ചു കഴിഞ്ഞു എന്ന അറിവ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. നമുക്ക്, ഹല്ലേലൂയ, നാം വാഗ്ദത്തത്താൽ ജനിച്ചവരാണ് എന്ന ഉറപ്പ് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വാഗ്ദത്തത്താൽ. ആമേൻ. നാം വാഗ്ദത്തത്താൽ ജനിച്ചവരാണ്. ഇസഹാക്കിനെ പോലെ നാം വാഗ്ദത്തത്താൽ ജനിച്ചവരാണ്. അതാണ് ദൈവവചനത്തിൽ പറയുന്നത്, നാം വാഗ്ദത്തത്താൽ ജനിച്ചവർ. അപ്പൊ വാഗ്ദത്തത്താൽ ജനിച്ചവർ, ഇസഹാക്ക് ജനിക്കുന്ന സമയത്ത് അങ്ങനൊരു കുഞ്ഞ് ജനിക്കാനോ അതിനുള്ള ഒരു സാധ്യതകളും ശാരീരികമായി, അതായത് പുറമെ നോക്കിയാൽ ഒരു സാധ്യതകളും ഇല്ലാതിരിക്കെ, അതെ, ഒരു സാധ്യതയും ഇല്ലാതിരിക്കെ ദൈവം താൻ പറഞ്ഞ വാഗ്ദത്തത്തെ, ഹല്ലേലൂയ, ആമേൻ, അബ്രഹാമിലും സാറയിലും നിവർത്തിച്ചുവെങ്കിൽ വാഗ്ദത്ത പ്രകാരം ജനിച്ചവനാണ് ഇസഹാക്ക്. നിങ്ങളും ഞാനും വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാണ്. അതെ, ഹല്ലേലൂയ. സാധ്യതകളൊന്നും ഇല്ലാതിരുന്നു. ചിന്തിച്ചു നോക്കിക്കേ, പാപത്തിൽ അടിമപ്പെട്ട് കിടന്ന നമുക്ക്, അഴുക്കിനകത്ത് വീണ് കിടന്ന നമുക്ക്, ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതിരുന്ന നമ്മളെ വിടുവിക്കാനായിട്ട്, ആർക്കും കൊള്ളാതിരുന്ന, ആരും വില തരാതിരുന്ന നിങ്ങളെ എന്നെ വീണ്ടെടുക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്കും എനിക്കും വേണ്ടി അടിക്കപ്പെട്ടവൻ, ഒരു സാധ്യതയും ഇല്ലാതിരിക്കെ, യെസ്, ഒരു സാധ്യതയും ഇല്ലാതിരിക്കെ നിങ്ങൾക്കും എനിക്കും വേണ്ടി അടിക്കപ്പെട്ടവൻ, തകർക്കപ്പെട്ടവൻ, അതെ, നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, വാഗ്ദത്തത്തിന്റെ നിവർത്തി. നാം വാഗ്ദത്തത്താൽ ജനിച്ചവരാണ്. വാഗ്ദത്തത്താൽ, ജഡപ്രകാരം ജനിച്ചവരല്ല മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ചവർ അത്രയും മക്കൾ.
ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങളും ഞാനും ഹല്ലേലൂയ ആമേൻ വാഗ്ദത്ത പ്രകാരം ജനിച്ചവർ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെയും സാറയുടെയും ആരോഗ്യമുള്ള സമയത്ത് ജനിച്ചവനല്ല ഇസഹാക്ക്, ബലഹീനതയുടെ നടുവിൽ ജനിച്ചവൻ. യേശുക്രിസ്തുവിന്റെ ദൈവീകതയാൽ, അതായത് നമ്മുടെ ദൈവത്തിന്റെ ശക്തിയേറിയ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ അതിമാനുഷികമായ ചില പ്രവൃത്തിയുടെ റിസൾട്ട് അല്ല നമ്മൾ. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു, അധർമ്മികളുടെ കൂടെ എണ്ണപ്പെട്ടു. ദൈവമേ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിച്ചു. പ്രിയപ്പെട്ടവർ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ യേശു ക്രിസ്തു, ആമേൻ പിതാവായ ദൈവം നിങ്ങൾക്കും എനിക്ക് വേണ്ടി ബലഹീനനായി തീർന്ന, അഥവാ മനുഷ്യന്റെ സകലവിധമായ സാഹചര്യത്തിലും കൂടെ കടന്നുപോയി മഹാപുരോഹിതനായി ഇന്ന് നമുക്ക് വേണ്ടി ആമേൻ പിതാവിന്റെ സന്നിധി നിൽക്കുന്നവനായ നമ്മുടെ കർത്താവ്, അവന്റെ ബലത്തിന്റെ റിസൾട്ട് അല്ല, അവൻ ഹല്ലേലൂയ ആമേൻ അവൻ ഉയർന്നു നിന്നതിന്റെ, അവന്റെ ഗൗരവമായ മഹത്വത്തിന്റെ അടയാളമായിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. അവൻ തന്നെ താഴ്ത്തി ക്രൂശ് മരണത്തോളം താഴ്ചയുള്ളവനായി തീർന്നപ്പോ അതേ ഹല്ലേലൂയ അതിന്റെ റിസൾട്ടാണ് നിങ്ങളും ഞാനും. അവൻ ക്രൂശിൽ മരിച്ചു പുനരുത്ഥാനം ചെയ്തതിന്, അതെ സാറയുടെയും അബ്രഹാമിന്റെയും ബലത്തിന്റെ റിസൾട്ട് ആയിട്ടല്ല ഇസഹാക്കിനെ കാണുന്നത്, ബലഹീനതയുടെ നടുവിൽ ജനിച്ചവൻ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെയും എന്റെ ജീവിതത്തിനകത്ത് നിങ്ങൾക്കും എനിക്കും അവകാശം പറയാനായിട്ട്, നിങ്ങൾക്കും എനിക്കും ധൈര്യത്തോടെ പറയാനായിട്ട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ: യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതാ. അതാണ് എന്റെ വീണ്ടെടുപ്പിന് കാരണം. അതുകൊണ്ട് തന്നെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ട എന്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെടാൻ കാരണം, എന്നിൽ വെളിപ്പെട്ട ദൈവശക്തിയുടെ കാരണം യേശുവിന്റെ ക്രൂശ് മരണമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും ആയിരിക്കുന്നത്, നിങ്ങളും ഞാൻ നിൽക്കുന്നത് ദൈവിക വാഗ്ദത്തത്തിന്റെ റിസൾട്ട് ആയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നെങ്കിലും, ഏതെല്ലാം സാഹചര്യം നിങ്ങളെ സമ്മർദ്ദത്തിലാക്കി നിങ്ങളെ തകർത്ത് കളയുന്നെങ്കിലും, ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയട്ടെ, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു പുനരുത്ഥാനം ചെയ്തു, യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ തകർന്നു പോകാൻ വിളിക്കപ്പെട്ടവരല്ല, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഒരു സംശയം അതിനെക്കുറിച്ച് വേണ്ട. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ തികയ്ക്കും, നിശ്ചയമായിട്ടും തികയ്ക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ തളർത്തിക്കളയാതെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച്, കർത്താവ് പറഞ്ഞു വാഗ്ദത്തം, കർത്താവിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് കാണുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ അതിന്റെ 49 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 49 വാക്യം: എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യേശു പറഞ്ഞത് പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങൾക്ക് തരും. അപ്പം വീണ്ടും ജനനം എങ്ങനെയാ? വാഗ്ദത്തത്താൽ ജനിച്ചവരാ. എന്താണ് വാഗ്ദത്തം? ഇവിടെ വാഗ്ദത്തത്തെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. നിങ്ങൾ വാഗ്ദത്തം പ്രാപിക്കുന്നവരെ നഗരത്തിൽ പാർക്കണം. നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ, വാട്ട് ഗോഡ് പ്രോമിസ്, ആമേൻ ഹി വിൽ ഗിവ് യു. ഹല്ലേലൂയ, അവൻ നിങ്ങൾക്കത് തരും. നിങ്ങളത് നഗരത്തിൽ തന്നെ പാർപ്പിൻ, വാഗ്ദത്തം പ്രാപിക്കുന്നിടത്തോളം, വാഗ്ദത്തം പ്രാപിക്കുന്നവരെ. അപ്പൊ അവിടെ വാഗ്ദത്തത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, എന്താണ് ശക്തി? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം എങ്ങനെ പറഞ്ഞു? നിങ്ങൾ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ ശക്തിയുടെ ഉറവിടം എന്താ? പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് യുവർ പവർ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് വരുമോ? പരിശുദ്ധാത്മാവിന്റെ ജീവൻ നിങ്ങളിലേക്ക് വരുമോ? യെസ്, ദാറ്റ് ഈസ് ദ സോഴ്സ്. ഹല്ലേലൂയ. ഹി ഈസ് ദ സോഴ്സ്, നോട്ട് ദാറ്റ്, ഹി ഈസ് ദ സോഴ്സ്. അവനാണ് ഉറവിടം, ശക്തിയുടെ ഉറവിടം. സാക്ഷിയാകണോ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം പറയും, ആമേൻ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത് നാം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ അവിടെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വന്നത് എങ്ങനെയാ? വാഗ്ദത്ത പ്രകാരം. എങ്ങനെയാ വാഗ്ദത്തം? പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്താലാണ് നിങ്ങളും ഞാനും അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി തീർന്നത്. യഹൂദന്മാർ അല്ലെങ്കിൽ ആ അബ്രഹാമിയ ജഡപ്രകാരം അബ്രഹാമിൽ ജനിച്ചവർ അവകാശികളായി തീർന്ന അബ്രഹാമിന്റെ സന്തതികളായി ജനിച്ചതുകൊണ്ടും പരിച്ഛേദനയേറ്റതുകൊണ്ടും. എന്നാൽ നിങ്ങൾ ഞാനും അവകാശികളായി തീർന്നത് അബ്രഹാമിന്റെ ജഡപ്രകാരം സന്തതിയ വംശാവലിയിൽ പെട്ടവരായതുകൊണ്ടല്ല, വാഗ്ദത്ത പ്രകാരം ക്രിസ്തുവിൽ ജനിച്ചതുകൊണ്ട്, ക്രിസ്തുവിലായതുകൊണ്ട് അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾക്ക് നാം അവകാശികളായി തീർന്നു. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ ഗലാത്യ ലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ ആമേൻ, നിങ്ങൾ ഹല്ലേലൂയ അബ്രഹാമിന്റെ സന്തതികളും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. നിങ്ങളും ഞാനും ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ, നമ്മള് ആമേൻ യാക്കോബിലായതല്ല, അബ്രഹാമിലായതല്ല, ഇസഹാക്കിലായതല്ല, നാം ക്രിസ്തുവിലായതാണ്. ക്രിസ്തുവിലാകിയാൽ നാം വാഗ്ദത്ത പ്രകാരം അവകാശികളാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഗ്രഹത്തിന് അവകാശികളാണ്, നിങ്ങൾ ഉയർച്ചയ്ക്ക് അവകാശികളാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം ചെയ്തോ ആ സകല വാഗ്ദത്തങ്ങൾക്കും നിങ്ങളും ഞാനും അവകാശികളായി മാറിയിരിക്കുന്നു. എങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ വേറെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, ക്രിസ്തുവേശുവിലായതുകൊണ്ട്, ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിലെ വിശ്വാസത്താൽ, ആമേൻ, വിശ്വാസത്താൽ നിങ്ങൾ ഞാൻ മക്കളായി മാറിയപ്പോ, അബ്രഹാമിന്റെ സന്തതികളായി തീർന്നപ്പോ, ഹല്ലേലൂയ വാഗ്ദത്ത പ്രകാരം അവകാശികൾ എന്ന തലത്തിലേക്ക് നിങ്ങൾ ഞാൻ മാറ്റപ്പെട്ടിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അബ്രഹാമിന്റെ വാഗ്ദത്വം നിങ്ങളിലും എന്നിലും പ്രവർത്തികമാക്കാൻ, ഹല്ലേലൂയ സ്വന്തമായി തീരാൻ കാരണം യേശു ക്രിസ്തുവിലായി തീർന്നതാണ്. നിങ്ങൾ ഞാൻ മറക്കരുത്. പ്രൈസ് ഗോഡ്, ക്രിസ്തുവിലായി തീർന്നതാണ്. അതാണ് നിങ്ങളുടെ എന്റെ ജീവിതത്തിന്റെ ആമേൻ ജയത്തിന്റെ രഹസ്യം, വിജയത്തിന്റെ രഹസ്യമാണ്. മറക്കരുത്. ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലുമായിക്കോട്ടെ, ക്രിസ്തുവേശുവിൽ വാഗ്ദത്തത്തിൽ നിങ്ങൾ അവകാശികളാണ്, വാഗ്ദത്തത്തിന്റെ പങ്കാളികളാണ് നിങ്ങൾ ഞാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ വാഗ്ദത്ത പ്രകാരം ഇവിടെ പറയുന്നു, വാഗ്ദത്ത ആത്മാവാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം എങ്ങനെ പറയുന്നു? ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണുവാൻ കഴിയത്തില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 3:5 പറയുന്നു, ഒരുവൻ ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയും. അപ്പോ എന്താണ്? ആത്മാവിൽ ജനിക്കണം. You need to born of water, born of spirit. ആത്മാവിൽ ജനിക്കണം. അപ്പൊ ആത്മാവിൽ ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കണം. അത് മാത്രം മതി. ആത്മാവിൽ ജനിച്ചൊരു വ്യക്തി, യേശുവിനെ ക്രിസ്തു എന്നുള്ള വിശ്വാസത്താൽ ആത്മാവിൽ ജനിച്ച ഒരു വ്യക്തി, യെസ്, അവനൊരു സാധാരണക്കാരല്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:6 പറയുന്നത്, ആത്മാവിൽ ജനിച്ചത് ആത്മാവാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. അപ്പൊ ആത്മാവിൽ ജനിച്ച് ആത്മാവാകുന്ന തലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. ഇനി ജഡപ്രകാരമുള്ള ഒന്നിനും നിങ്ങളെയും എന്നെയും സ്വാധീനിക്കാൻ കഴിയത്തില്ല. ഇതുവരെ നിങ്ങൾക്കെതിരെ ചിലത് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നിന്ന് കാണും, പക്ഷെ ഇനി അത് സാധ്യമല്ല. അത് ആമേൻ പുറമെയുള്ള സാഹചര്യങ്ങളുടെ മാറ്റമല്ല നിങ്ങളുടെ മാറ്റം, നിങ്ങളുടെ അകത്തൊരു മാറ്റം വന്നു. യു ഹാവ് ബോൾഡ്നെസ് ഇൻ ദ ലോർഡ്. നിങ്ങൾ കർത്താവിൽ ധൈര്യത്തോടെ നിൽക്കാനായിട്ട് പ്രാപ്തി തന്നു. പ്രതികൂലങ്ങളുടെ വെല്ലുവിളികളുടെ നടുവിൽ ഇല്ല, എന്റെ ദൈവം എനിക്ക് ഒരു തിന്മയും വരാൻ അനുവദിക്കത്തുള്ളൂ എന്നുള്ള ബോധ്യം എന്നെ വാഴാൻ തുടങ്ങി. യെസ്, ദാറ്റ്സ് ഇറ്റ്. അതാണ് പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ ഹല്ലേലൂയ ഇന്ന് ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ, വാഗ്ദത്തം, പരിശുദ്ധാത്മാവ് പ്രോമിസ നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തം നിവർത്തിപ്പാൻ ശക്തനാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് അബ്രഹാം പറഞ്ഞൊരു കാര്യം ഇതാണ്, അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന്, നിവർത്തിപ്പാൻ വിശ്വസ്തൻ, ശക്തനെന്ന് വിശ്വസിച്ചു. യെസ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ വാഗ്ദത്തമാണ്. അതായത് ആത്മാവിലൂടെ എന്താ നമുക്ക് ലഭിച്ചത്? മക്കളായി മാറി. റോമാലേഖനം 8:15 പറയുന്നത്, പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുക. സ്വപുത്രന്റെ ആത്മാവ് നിങ്ങളുടെയും എന്റെയും അകത്തിരിക്കുന്നത് ഈ പുത്രത്വത്തിന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്കും എനിക്ക് ലഭിച്ചത് ഹല്ലേലൂയ മറ്റൊന്നുമല്ല, പുത്രത്വമുള്ളവരായിട്ട് നമ്മൾ പറയും. നമ്മുടെ മക്കളാണെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്കും എനിക്ക് ലഭിച്ചിരിക്കുക. ആ ബോധ്യം അകത്തു വന്നൊരു വ്യക്തി അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല വ്യക്തിക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വാഗ്ദത്തം, ഒന്ന്, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. അതേ പ്രിയപ്പെട്ടവരെ, അത് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുക. കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17-ാം വാക്യം മുതൽ പത്രോസ് അന്ന് പെന്തക്കോസ്ത് നാളിൽ 3000 പേരുടെ കർത്താവിലേക്ക് നടത്തുന്ന ആ മെസ്സേജ് പറഞ്ഞപ്പോൾ പത്രോസ് ആരംഭിച്ചത് അവിടുന്ന്, അന്ത്യകാലത്ത് സകല ജനത്തിന് മേൽ ഞാൻ ആത്മാവിനെ പകരുമെന്ന് കർത്താവ് പറഞ്ഞത്. യെസ്, വാഗ്ദത്തം, പ്രോമിസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. മറ്റൊരു വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് ഹല്ലേലൂയ എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ. ഇവിടെ രണ്ട് കാര്യം. ഒന്ന്, പരിശുദ്ധാത്മാവ് വാഗ്ദത്തമാണ്.
2 ആമേൻ സ്വസ്ഥത വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ വാഗ്ദത്തമാണ്, സ്വസ്ഥത നമ്മുടെ വാഗ്ദത്തമാണ്. അതായത് ഇവിടെ ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യം ഇതാണ്, സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. There is a promise. അവിടെ ഒരു വാഗ്ദത്തം കടപ്പെടുന്നതിന് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം. അവിടെ ഹല്ലേലൂയ അതിന്റെ 2ാമത്തെ വാക്യം, അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ എന്താണ് ഉപകാരം? 3ാമത്തെ വാക്യം പറയുന്നത്, വിശ്വസിച്ചവരായ നാമല്ലോ ആമേൻ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വിശ്വസിച്ചവരായ നാം എവിടെ പ്രവേശിച്ചു? സ്വസ്ഥതയിൽ. We enter into rest. സ്വസ്ഥതയിൽ പ്രവേശിച്ചു, സ്വസ്ഥതയിൽ റെസ്റ്റിലേക്ക് വന്നു. എങ്ങനെയാ? വിശ്വസിച്ചപ്പോ. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം എന്താ? ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയുള്ള പ്രോമിസാ? സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രോമിസ് വാസ് ദേർ. ആ പ്രോമിസ് അവിടെ ഉള്ളത് കൊണ്ടല്ല, വിശ്വസിച്ചവരായ നാം ആ പ്രോമിസിനകത്തേക്ക് എൻ്റർ ചെയ്തു. അപ്പം 1 പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, 2 സ്വസ്ഥത എന്ന വാഗ്ദത്തം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്വസ്ഥത എന്ന് പറയുന്നത് വിശ്രമം എന്ന അർത്ഥത്തിലല്ല. ആമേൻ. സ്വസ്ഥത എന്ന് പറയുന്നത് ഹല്ലേലൂയ ആക്റ്റീവാണ്, പ്രവർത്തികളിൽ ഉന്മേഷത്തോട് ഓടി നടക്കാം, പക്ഷെ അകത്ത് വലിയ സ്വസ്ഥതയോടെ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷയെ കണ്ടു നോക്കിക്കേ. കർത്താവിന്റെ ശുശ്രൂഷയിൽ ആമേൻ പല കാര്യങ്ങളും വിരോധമായി നടന്നുണ്ട്, എതിരായി നടന്നതുകൊണ്ട്, അനുകൂലമായി നടന്നുണ്ട്. ചില സ്ഥലത്ത് പുരുഷാരം ഒന്നിച്ച് കർത്താവിന് വിരോധമായ കാര്യങ്ങളെ പറഞ്ഞു, കർത്താവിന്റെ അത്ഭുതങ്ങളെ ചോദ്യം ചെയ്തു, കർത്താവിനെ ആത്മാവ് കൊണ്ടല്ല ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ദൈവപുത്രനാണെന്നുള്ള കാര്യത്തെ ചോദ്യം ചെയ്തു. മറ്റു പല രീതിയിൽ യേശുവിന്റെ അത്ഭുത പ്രവർത്തികളിൽ പോലും അവർ ചോദ്യം ചെയ്യും, കർത്താവിനെ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് വചനത്തിൽ കാണുന്നത്. എന്നാൽ അതിനപ്പുറം നോക്കിക്കേ, യേശുവിനെ ക്രൂശിക്കാന്ന് നിലവിളിച്ചപ്പോഴും കർത്താവ് സ്വസ്ഥതയോടെയാണ്. പുരുഷാരം ഒരുമിച്ച് ആർത്ത് വിളിച്ചു ഇവനെ ക്രൂശിക്കാം. അവനെ ഹല്ലേലൂയ ഉപദ്രവിച്ചപ്പോഴും അവൻ സ്വസ്ഥതയോടാണ്. കാരണം എന്താണെന്നറിയാം? കർത്താവിന് ഹല്ലേലൂയ വചനം പറയുന്ന ഇങ്ങനെ, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്. അതെ, കർത്താവിന്റെ ഓരോ നിമിഷവും കർത്താവിനകത്തുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ റെസ്റ്റ്, സ്വസ്ഥത. കാരണം റിസൾട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കുമുള്ള വലിയൊരു വാഗ്ദത്തമാണ് സ്വസ്ഥത. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചലഞ്ചുകളുടെ മുമ്പിൽ നിൽക്കുകയാണോ? വെല്ലുവിളികളാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ മറക്കരുത്, ഹല്ലേലൂയ. ഇല്ല, ഇതിന്റെ എൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഫോർ യു. അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും. നിങ്ങൾക്കെതിരായി നിൽക്കുന്ന സാഹചര്യമായിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മറക്കരുത്. വാഗ്ദത്തങ്ങൾ 2 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു. 1 പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, അത് പുത്രത്വത്തിന്റെയാണ്. 2 സ്വസ്ഥതയുടെ ആമേൻ ഹല്ലേലൂയ വാഗ്ദത്തം. അതായത് ദൈവം താനും തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായതുപോലെ അവനിൽ വിശ്വസിക്കുന്നവരും ആമേൻ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവർ, നിങ്ങളും ഞാനും ദൈവിക സ്വസ്ഥതയുടെ അകത്ത. ഹല്ലേലൂയ പ്രോമിസ്, ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞത് നിവർത്തിക്കപ്പെട്ടതിനെ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. എന്നാൽ പ്രവാചകന്മാര് സംഭവിക്കാനിരിക്കുന്നതിനെ പ്രവചിക്കുക. ഇന്ന് രാത്രി ഈ വചനം നിങ്ങൾക്ക്, ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ, നിങ്ങൾ മറക്കരുത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നിങ്ങളുടെ പ്രവൃത്തിയല്ല, അവന്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ നിശ്ചയമായിട്ട് അവൻ അത്ഭുതം ചെയ്തിരിക്കും. നിങ്ങളെ ഒരു അനുഗ്രഹമായി, വിടുതലായി, മാന്യതയായി, ഉയർച്ചയായി മാറ്റിയിരിക്കും. നിങ്ങളുടെ വാഗ്ദത്തമാണ് നിങ്ങളുടെ ഹല്ലേലൂയ സ്വസ്ഥത. നിങ്ങളുടെ വാഗ്ദത്തമാണ് അഭിഷേകം. നിങ്ങളുടെ വാഗ്ദത്തമാണ് പുത്രത്വം. മറക്കരുത്. ആകയാൽ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാതെ ഇരിക്കട്ടെ. നിങ്ങളുടെ അകത്തത് ഉറക്കട്ടെ. ധൈര്യത്തോടെ, തന്റെ ഇടത്തോടെ, ഉറപ്പോടെ ഹല്ലേലൂയ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതം ഈ ദിവസങ്ങളുടെ അനുഗ്രഹത്തിന് ഹല്ലേലൂയ കാരണമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് തന്ന വാഗ്ദത്തം ഒന്നും ഹല്ലേലൂയ പാഴാകത്തില്ല. അങ്ങ് പറഞ്ഞതിനെ നിവർത്തിക്കുന്നവനാകിയ സ്തോത്രം. കർത്താവേ,
എന്നെ പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് നിന്റെ അത്ഭുത പ്രവൃത്തിയുടെ കരമൊന്ന് നീട്ടപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ അവർ തകർന്നവരോ തളർന്നവരോ നിരാശപ്പെട്ടവരോ ശൂന്യതയിലായവരോ ആയി കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വാഗ്ദത്തം, പുത്രത്വത്തിന്റെ വാഗ്ദത്തം, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം, ആമേൻ, ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടട്ടെ. അവസ്ഥകളെ മാറ്റുന്ന നിലയിൽ ദൈവശക്തി അവരിലേക്ക് ഒന്ന് ഒഴുകട്ടെ. ഇപ്പോൾ തന്നെ അസാധ്യതകൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് വാഗ്ദത്തം ചെയ്തതിനെ മുഴുവൻ ക്രൂശിൽ നിവർത്തിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ ഉറപ്പില്ല. കർത്താവേ, ഹല്ലേലൂയ, ആ ഉറപ്പോടെ അവർ നിൽക്കട്ടെ. സൗഖ്യമായി എന്ന ഉറപ്പോടെ അവർ രോഗത്തെ ജയിക്കട്ടെ. ആമേൻ. സാമ്പത്തികമായ തകർച്ചകൾ മാറി എന്ന ഉറപ്പോടെ അവർ ദാരിദ്ര്യത്തെ ജയിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവരുടെ ജീവിതത്തിനകത്ത് ആമേൻ കർത്താവിനെ ജയാളിയാക്കി നിർത്തിയിരിക്കുന്ന ഉറപ്പോടെ പരാജയങ്ങളെ ജയിക്കട്ടെ അവരെ യേശുവിന്റെ നാമത്തിൽ. ഈ കാലഘട്ടം, ഈ നാളുകൾ ജയത്തിന്റെ, ഉയർച്ചയുടെ, ആമേൻ, ഹല്ലേലൂയ, അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ. കർത്താവ് എങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോട്ടെ. അവരുടെ ശരീരത്തിൽ അവർക്ക് വിരോധമായി നിൽക്കുന്ന രോഗശക്തികൾ, അവർക്ക് വിരോധമായി നിൽക്കുന്ന ആമേൻ അസൂയയുടെ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, തിന്മയുടെ, ആമേൻ, അവർക്ക് വിരോധമായി നിൽക്കുന്ന പ്രതിസന്ധികളുടെ എല്ലാ വേരുകളും പൊട്ടിമാറട്ടെ. ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തതിനായിട്ട് നന്ദി. മഹത്വമെല്ലാം മറക്കപ്പെട്ടേക്കുന്നതാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങളൊരു അനുഗ്രഹമാണ്. ഒന്ന് പറഞ്ഞേ, ഐ എം എ ബ്ലെസ്സിംഗ്. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, ഞാനൊരു അനുഗ്രഹം. യേശുവിന്റെ ക്രൂശ്, ഹല്ലേലൂയ, പ്രവാചകന്മാർ പ്രവചിച്ചതാണ്. നമ്മൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിന്റെ അവസാന ഭാഗവും 53-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ നമുക്കവിടെ വായിക്കാൻ സാധിക്കും. എന്നാൽ അത് മുഴുവൻ ആമേൻ നിവൃത്തിയായി നമ്മൾ അപ്പോസ്തല ലേഖനങ്ങൾ വായിക്കുമ്പോൾ നിവൃത്തിയായതിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് അടിസ്ഥാനം അതാണ്. പക്ഷേ രണ്ടിന്റെ അടിസ്ഥാനത്തിന്റെ സെന്റർ ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അത് നിവൃത്തിയായി. പഴയ നിയമം പ്രവചിച്ചത് ക്രിസ്തുവിനെ കുറിച്ചാണ്, അപ്പോസ്തലന്മാർ പറഞ്ഞതും ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ ഹല്ലേലൂയ, പ്രവാചകന്മാർ പറഞ്ഞത് വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ അപ്പോസ്തലന്മാർ പറഞ്ഞത് വന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. അവൻ നമ്മളിലാണ് വസിക്കുന്നത്. ആ ബോധ്യത്തോടെ ഇന്നത്തെ ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ മേൽ ഫലിക്കത്തില്ല. നിങ്ങൾ ഇന്ന് ശരീരത്തിലോ ജീവിതത്തിലോ ചുറ്റുപാടുകളിലൂടെ കാണുന്ന ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരു തിന്മയും നിങ്ങൾക്ക് വരുത്താൻ അതിന് അധികാരമില്ല. യു ആർ ബ്ലെസ്ഡ്. ആ ഉറപ്പോടെ നിങ്ങൾ നിൽക്കുക. ഈ ദിവസങ്ങളിൽ വലിയ മഹത്വം നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹത്തിന് അടയാളമായി ദേശങ്ങളിൽ കർത്താവ് നിർത്തി മാനിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾ കാണുവാൻ സമയം കണ്ടെത്തിയത് വളരെ സന്തോഷം. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തി കൊടുക്കുകയും ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.